ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻട്രാഡേ ലെവൽസിന്റെ പെർഫോമൻസും വരും ദിവസങ്ങളിലേക്ക് നമ്മുടെ ലെവൽസിന് എന്തൊക്കെ ചേഞ്ചസ് വരുത്താനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സോ എങ്ങനെ ഉണ്ടായിരുന്നു മാർക്കറ്റിൽ ഇന്ന് നല്ലൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലെവൽസ് പ്രകാരമുള്ള ട്രേഡ് ആയിരുന്നു. നമ്മുടെ വീക്ക്ലി അനാലിസിസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലായിരുന്നു ഇത്. ഇന്നലെ വളരെ നല്ല രീതിയിൽ റെസിസ്റ്റൻസ് എടുക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. ഇന്നത്തെ ദിവസം 10.5 ക്യാനിൽ വളരെ സ്ട്രോങ് ആയിട്ട് ലെവൽ ബ്രേക്ക് ചെയ്തു. അതിന്റെ മുകളിൽ പുതിയൊരു 5 മിനിറ്റ് ക്യാനിൽ ഓപ്പൺ ചെയ്തപ്പോഴാണ് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു സ്കാൽപ്പിംഗ് ട്രേഡ് ആയിരുന്നു ആക്ച്വലി. കാരണം FISന്റെ ഭാഗത്ത് നിന്ന് ഒരു സെല്ലിംഗ് മോഡാണ് കാണാൻ സാധിക്കുന്നത്. മേ ബി ലെവലുകൾ ബ്രേക്ക് ചെയ്ത് ഒരു കൺസോൾട്ടേഷൻ വരാം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടത്തിയിട്ട് മാർക്കറ്റ് പോകാം. അത്തരം റീസൺസ് വരാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാനൊരു സ്കാൽപ്പിംഗ് ട്രേഡ് ചെയ്തത്. ഇവിടെ ആക്ച്വലി ടാർഗറ്റ് ഉണ്ട്. ടാർഗറ്റ് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ടില്ല. നിങ്ങൾ കൺഫ്യൂഷൻസ് ആകണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ മേജർ ആയിട്ടുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈ മാത്രമേ പ്ലേസ് ചെയ്തിട്ടുള്ളൂ. സോ ടാർഗറ്റുകൾ കൂടെ ഒന്ന് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തിയാൽ മതി. ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ഇവിടെ ആക്ച്വലി സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഇൻട്രാഡേ ഹൈ ബ്രേക്ക് ചെയ്ത സമയത്ത്, രാവിലത്തെ ഹൈ ബ്രേക്ക് ചെയ്ത സമയത്ത് സ്വാഭാവികമായിട്ടും പുതിയ ബയേഴ്സ് അവിടെ വരും. അവരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ എടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സോ സെല്ലേഴ്സ് വീണ്ടും അട്രാക്റ്റഡ് ആയി, അതായത് മാർക്കറ്റ് താഴോട്ട് പോകുന്നു, അവരുടെ സ്റ്റോപ്പ് ലോസ് മുകളിലേക്കും എടുത്തതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ബയേഴ്സിനും സെല്ലേഴ്സിനെയും ഈ ഒരു ഏരിയകളിൽ നല്ല രീതിയിൽ ട്രാപ്പ്, അതായത് അവരെ നല്ല രീതിയിൽ കൺഫ്യൂസ് ആക്കിയിട്ടുണ്ട് മാർക്കറ്റ്. ഇനി ഞാൻ കഴിഞ്ഞ വീക്കിൽ, അതായത് വീക്കിലി അനാലിസിസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ 1 അവറിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ട്രെൻഡ് ലൈൻ കാണാൻ സാധിക്കും. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം എന്നായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി ഫിൻനിഫ്റ്റിയിൽ നമുക്ക് ഒരു ഡബിൾ ബോട്ടം W പാറ്റേൺ കാണാൻ സാധിക്കും. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് അപ്പർ സൈഡിലേക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫൈനൽ ടാർഗറ്റ് ആയിട്ടാണ് ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലെവല് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നല്ലൊരു മൂവ്മെന്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. ഓൾമോസ്റ്റ് ഈ ഒരു സെല്ലേഴ്സ് ആക്റ്റീവ് ആയ പോയിന്റ് വരെയാണ് മാർക്കറ്റിൽ നിന്ന് പോയിട്ടുള്ളത്. ഓക്കെ, ഇത് നിങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും എന്ന് വിചാരിച്ചു. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ, നിഫ്റ്റിയിൽ 1 അവറിലേക്ക് ചേഞ്ച് ചെയ്യുന്ന നിഫ്റ്റി പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 22,215 എന്ന് പറയുന്ന ലെവലാണ് പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിഫ്റ്റിയിൽ ചെറിയ രീതിയിലുള്ള സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നിഫ്റ്റിയിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടാത്തത് കൊണ്ടായിരുന്നു ഞാൻ ഒരു ട്രേഡ് നിഫ്റ്റിയിൽ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് വന്നിട്ടുണ്ട്. സോ കുറച്ച് കൺഫ്യൂസിങ് ഉണ്ടായതുകൊണ്ട് നിഫ്റ്റി ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു സ്കാൽപ്പിംഗ് ട്രേഡ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ ലെവൽസ് ഒക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഓൾ ടൈം ഹൈ ഇനി ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ഡാറ്റ നോക്കുവാണെങ്കിൽ 22,200 ആണ് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് പറയുന്നത്. 22,000 ഒരു സ്ട്രോങ് സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഇപ്പൊ 22,000 എന്ന് പറയുന്ന ലെവൽ നോക്കാം. 22,200 എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഇപ്പം ഇവിടെ നല്ല സ്ട്രോങ് റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ഓൾ ടൈം ഹൈ 22,000 എന്ന് പറയുന്ന ലെവല്. 22,000. ഓക്കെ, ഈ ഒരു റേഞ്ച് നല്ലൊരു സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. 1 അവറിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച്, ഇതൊരു സപ്പോർട്ടാണ് ആക്ച്വലി. ഈ റേഞ്ച് നമുക്കൊരു സപ്പോർട്ട് ആക്കി എടുക്കാം. ഓക്കെ, ഈ ഒരു റേഞ്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ റേഞ്ച് ഇങ്ങനെ എടുക്കുന്നത്. സോ ഇതൊരു സപ്പോർട്ട് റേഞ്ച് ആണ്. അതുപോലെ നമുക്കൊരു മറ്റൊരു സപ്പോർട്ട് എന്ന് പറയാൻ ഇത് നല്ലൊരു സപ്പോർട്ടാണ്. സപ്പോർട്ടും കൂടെ നമുക്ക് ഇൻട്രാഡേക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ 2 ലെവലാണ് മേജർ ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് വരും ദിവസങ്ങളിലേക്ക്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റി നമുക്ക് ഒന്ന് ടൈം ഫ്രെയിം റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു പോയിന്റ് ഇത് നല്ലൊരു സപ്പോർട്ട് റേഞ്ച് ആണ്. അതുപോലെ ഇതും ആക്ച്വലി ഒരു സപ്പോർട്ട് റേഞ്ച് ആണ്. സോ നമുക്ക് നമ്മുടെ അടുത്തൊരു ഡിമാൻഡ് ഏരിയ തൊട്ടടുത്ത് കിടക്കുന്നുണ്ട്. എന്നാലും ഇതൊരു സപ്പോർട്ടായിട്ട് നോക്കാം. കാരണം ഇവിടെ നല്ല രീതിയിൽ ബയേഴ്സ് ആക്റ്റീവ് ആയിട്ട്, ഇവിടെയും വീണ്ടും ബയേഴ്സ് ആക്റ്റീവ് ആയിട്ട് മാർക്കറ്റ് മേ ബി ഇത് ഫാളോ ചെയ്ത് വരുവാണെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ചൊന്ന് ഫുൾ ബാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ സ്കാൽപ്പിംഗ് ട്രേഡുകളൊക്കെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ മറ്റ് ചേഞ്ചുകളൊന്നും വരുത്താനില്ല. ഓക്കെ, ഇത് തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലെ ലെവൽസുകളാണിത്. ഇപ്പോൾ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേജർ ആയിട്ട് ലെവൽസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഡാറ്റ നോക്കിയിട്ട് 22,600ഉം 22,500 ആണ് മേജർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് പറയുന്നത്. 22,500 എന്ന് പറയുമ്പം അത്യാവശ്യം ഹൈ വരുന്നുണ്ട്. സോ ഇവിടെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് CPR ലെവൽസ് ഉപയോഗിച്ച് വേണമെങ്കിൽ ടാർഗറ്റുകൾ ചൂസ് ചെയ്യാവുന്നതാണ്.
സോ FISന്റെ ഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്ത് FIS ഇന്നലെയും സെല്ലിംഗ് മോഡിലാണുള്ളത്. ഇന്നത്തെ ഡാറ്റ വന്നിട്ടില്ല. സോ അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. അവർ ബൈ മോഡിലാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യും. നല്ല രീതിയിലൊരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം. ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊരു പോസിറ്റീവിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എന്നുള്ള രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. നാളത്തെ മോർണിംഗിലെ മാർക്കറ്റ് ഡാറ്റ ഗിഫ്റ്റ് നിഫ്റ്റിയിലെ ഡാറ്റയും കൂടെ നോക്കണം. കാരണം ഗ്ലോബൽ ഡാറ്റ മാർക്കറ്റ് നെഗറ്റീവ് ആയിട്ടാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഡൗൺ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നാളെ അത് പോസിറ്റീവ് ആണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്ട് എക്സ്പെക്ട് ചെയ്യാം. മേ ബി നല്ലൊരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഫിൻ നിഫ്റ്റിയിലൊക്കെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഹൈ വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു മൂവ്മെന്റ് വരുന്ന സമയത്ത് നിഫ്റ്റിയിലും അതേ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് തന്നെയാണ് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ലെവൽസ് എങ്ങനെ പെർഫോം ചെയ്യുന്നു നോക്കാം. സോ ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.